നമസ്കാരം. ഗിഫ്റ്റ് നിഫ്റ്റി ഏറെക്കുറെ ഫ്ലാറ്റായി ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. വെള്ളിയാഴ്ച RBI 25 ബേസിസ് പോയിന്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം മാർക്കറ്റിൽ ഒരു ബൈയിങ് മൊമെൻറ്റം വരികയും നിഫ്റ്റി 0.50% ഉയർന്ന് 26,186 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. അതേസമയം വെള്ളിയാഴ്ചയിലെ അമേരിക്കൻ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ ഫെഡ് റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വരാനിരിക്കെ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് ഒരു കോഷ്യസ് അപ്രോച്ചാണ് വെച്ച് പുലർത്തുന്നത്. ഈ കോഷ്യസ് അപ്രോച്ച് ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലും പ്രകടമാണ്. ഗ്ലോബൽ മാർക്കറ്റ് ഏറെക്കുറെ ഫ്ലാറ്റ് ആയതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. ബ്രന്റ് ക്രൂഡിൻ്റെ വില $64 പെർ ബാരലിന് താഴെ ട്രേഡ് ചെയ്യുന്നു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഇന്ന് ഡിഫൻസ് സെക്ടറുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളെയാണ് നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ടത്. ഡൈനാമാറ്റിക് ടെക്നോളജി എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഡൈനാമാറ്റിക് ടെക്നോളജി ഫ്രാൻസ് ബേസ്ഡ് ദസാൾട്ട് ഏവിയേഷനുമായി ചേർന്ന് ഫാൽക്കോൺ 6Xൻ്റെ റിയർ ഫ്യൂസിലേജ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി രൂപീകരിക്കുകയും ഒരു പാക്റ്റിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് ഡൈനാമാറ്റിക് ടെക്നോളജി എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡിന് അഡ്വാൻസ്ഡ് ഇലക്ട്രിക് ട്രാൻസ്വേഴ്സ് ടക്സ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഒരു യൂറോപ്യൻ ഓർഡർ ലഭിച്ചതുകൊണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. ഡിഫൻസ് ആൻഡ് ന്യൂക്ലിയർ എനർജി സെക്ടറിലെ കമ്പനിയായ എംഡാർ ടെക്നോളജിക്ക് ന്യൂക്ലിയർ എനർജിയുമായി ബന്ധപ്പെട്ട് 194 കോടി രൂപയുടെ ഓർഡറും 504 കോടി രൂപയുടെ പാക്കേജും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എംഡാർ ടെക്നോളജി എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. സെൻ ടെക്നോളജിക്ക് മധ്യപ്രദേശിൽ ഇന്ത്യയുടെ ഫസ്റ്റ് കോമ്പാറ്റ് ട്രെയിനിങ് നോഡ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്നും ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സെൻ ടെക്നോളജി എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. ടാറ്റ ടെലി സർവീസിന് മഹാരാഷ്ട്ര ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും 29 ലക്ഷം കോടി രൂപയുടെ പെനാൽറ്റി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ടാറ്റ ടെലി സർവീസ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. MV ഫോട്ടോവോൾട്ടായിക് എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ MV എനർജി എന്ന കമ്പനി 6 ജിഗാവാട്ട് ശേഷിയുള്ള ഇൻ്റഗ്രേറ്റഡ് സോളാർ മൊഡ്യൂൾ ആൻഡ് സെൽ മാനുഫാക്ചറിംഗ് പ്ലാന്റ് കർണാടകയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി 212 കോടി രൂപയുടെ ലാൻഡ് അക്വിസിഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ജൽ ജീവൻ മിഷൻ്റെ കീഴിൽ SPML ഇൻഫ്ര എന്ന കമ്പനിക്ക് ജോയിൻറ്റ് വെഞ്ചർ ബേസിസ് 207 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതുകൊണ്ട് SPML ഇൻഫ്ര എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. സുപ്രീം പെട്രോകെം എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. സുപ്രീം പെട്രോകെമ്മിൻ്റെ ചെന്നൈയിലെ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഫ്ലഡിംഗ് മൂലം താൽക്കാലികമായി പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സുപ്രീം പെട്രോകെം എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. GR ഇൻഫ്ര പ്രോജക്ട്സിന് 290 കോടി രൂപയുടെ ബൈപ്പാസ് കൺസ്ട്രക്ഷൻ ഓർഡർ അല്ലെങ്കിൽ ബൈപ്പാസ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. BLS ഇൻ്റർനാഷണൽ റിപ്പബ്ലിക് ഓഫ് അർമേനിയയുടെ 100% സ്റ്റേക്ക് അക്വിസിഷൻ ചെയ്തതുകൊണ്ട് BLS ഇൻ്റർനാഷണൽ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ജ്വല്ലറി സെക്ടറിലെ 3 സ്റ്റോക്കുകളും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. PC ജുവലേഴ്സിന് UPയുടെ CM യുവ പോർട്ടൽ അംഗീകാരം ലഭിച്ചതുകൊണ്ട് PC ജുവലർ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. PN ഗാഡ്ഗിൽ ജുവലേഴ്സ് ബീഹാറിൽ പുതിയൊരു സ്റ്റോർ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 65ലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് PN ഗാഡ്ഗിൽ ജുവലേഴ്സ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ടോറൻറ്റ് ഫാർമ JB കെമിക്കൽസ് ആൻഡ് ഫാർമയുടെ 1317 ഷെയറുകൾ 1639 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. ഓല ഇലക്ട്രിക് ഭാരത് സെൽസ് ഉപയോഗിച്ചിട്ടുള്ള വെഹിക്കിൾ ലോഞ്ചിങ് ഉടൻ ആരംഭിക്കുമെന്ന് അപ്ഡേറ്റ് പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഓല ഇലക്ട്രിക് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. റിലയൻസ് പവർ, റിലയൻസ് ഇൻഫ്ര തുടങ്ങിയ സ്റ്റോക്കുകളെയും ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. അനിൽ അംബാനി ബേസ്ഡ് ആയിട്ടുള്ള റിലയൻസ് ഗ്രൂപ്പിലെ കമ്പനികളിൽ ED അസറ്റ് അറ്റാച്ച്മെൻറ്റും ED റെയ്ഡും നടക്കുന്നതുകൊണ്ട് ഈ 2 സ്റ്റോക്കുകളും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനും നെഗറ്റീവ് റിയാക്ഷൻ ചിലപ്പോൾ വരാനുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ PG ഇലക്ട്രോപ്ലാസ്റ്റ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. PG ഇലക്ട്രോപ്ലാസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്ത ഫിനാൻഷ്യൽസ് ഇൻകംപ്ലീറ്റ് ആണെന്ന് HDFC സ്കൈ ആർട്ടിക്കിൾസിൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ഈ റിപ്പോർട്ട് പൂർണ്ണമായും തെറ്റാണെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് PG ഇലക്ട്രോപ്ലാസ്റ്റിൻ്റെ സൈഡിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് PG ഇലക്ട്രോപ്ലാസ്റ്റ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.